ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് എസ്.കെ. പൊറ്റക്കാടിൻ്റെ സ്ത്രീകളെക്കുറിച്ചുള്ള കുറേ കഥകൾ ഉൾപ്പെടുന്ന സ്ത്രീ എന്ന ഈ ചെറുകഥാ ബുക്കാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമാണ് എസ്.കെ. പൊറ്റക്കാട് എന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1913 മാർച്ച് 14 കോഴിക്കോട് ഒരു പ്രശസ്ത തീയർ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഇന്ത്യയിലുടനീളം അദ്ദേഹം സഞ്ചരിക്കുമായിരുന്നു. 1945 മുതൽ സ്ഥിരം സഞ്ചാരവും സാഹിത്യപ്രവർത്തനവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മലയാളത്തിന് ഏറെക്കുറെ യാത്രാവിവരണങ്ങൾ ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. 1982 ആഗസ്റ്റ് 6 കോഴിക്കോട് വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ 22 ചെറുകഥകൾ ഉൾപ്പെടുന്നതാണ് സ്ത്രീ എന്ന ഈ കഥാബുക്ക്. ഈ ചെറുകഥ തുടങ്ങുന്നത് തന്നെ ഞാൻ കഥാകാരനായ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു ചെറുകഥയിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥ നാടൻ പ്രേമമായിരുന്നു. പൊറ്റക്കാട്ടിൻ്റെ കഥകളിലെ സ്ത്രീയുടെ വംശാവലി ഇങ്ങനെ നീളുന്നു. കാമുകി, വേശ്യ, ഭാര്യ, അമ്മ, പരിത്യക്ത, അവിവാഹിത, നിത്യകന്യക, സന്യാസിനി, പ്രേമ പ്രതികാരദാഹി, ലൈംഗിക അസൂയാലു, ഭാരം ചുമക്കുന്നവൾ. അസമത്വവും അനീതിയും നിറഞ്ഞ സമൂഹത്തിൻ്റെ പ്രതിനിധികളിലാണ് അവരിൽ പലരും. ചിലർ കാൽപ്പനികമായ പ്രണയത്തിൻ്റെയും. സ്ത്രീയെ പ്രകൃതി, സത്യം, ഉദാത്തത തുടങ്ങിയവയുടെ പ്രതിനിധാനമായി അവതരിപ്പിക്കുന്ന സാഹിത്യ പരമ്പരത്തിൽ നിന്ന് വിടുതി നേടാനാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ കഥകൾ ശ്രമിച്ചത്. തന്നെ ഒരു വസ്തു മാത്രമായി ചുരുക്കിക്കാണുന്ന സമൂഹത്തിൽ സ്ത്രീയെ സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുന്ന ശാശ്വതമായ ഒരു വിഷയിയായി അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മലയാള സാഹിത്യത്തിൽ ഒരു വിഷയം ആയിരുന്ന സ്ത്രീയെ വിഷയിയാക്കാൻ ശ്രമിച്ച ആദ്യത്തെ കഥാകൃത്താണ് പൊറ്റക്കാട്. സ്ത്രീയെ വിഷയീകരണത്തിൽ നിന്നും വിഷയിത്വത്തിലേക്ക് പൊറ്റക്കാട് കൊണ്ടുപോയി. നിങ്ങൾ ഈ ചെറുകഥ വായിക്കാൻ ശ്രമിക്കുക. എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ എഴുത്തിൻ്റെ ദൃശ്യചാരുത നമുക്കിതിൽ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും. താങ്ക് യു.